ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ചോക്ലേറ്റ് ട്രഫിൾ കേക്കാണ് തയ്യാറാക്കി എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ സ്പോഞ്ച് കേക്ക് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന സ്പോഞ്ച് കേക്കല്ല. നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന സ്പോഞ്ച് കേക്കിൻ്റെ ആ ഒരു സ്ട്രക്ചറൊക്കെ ഒരു ചെറിയൊരു ഡിഫറൻറ്റ് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ആ രീതിയിലുള്ള സ്പോഞ്ച് കേക്കാണ് നമ്മളിതിൽ തയ്യാറാക്കിയെടുക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്പോഞ്ചാണിത്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കേക്ക് ടിൻ ഒന്ന് റെഡിയാക്കി എടുക്കണം. ഞാനിവിടെ 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 8 ഇഞ്ചിൻ്റെ എടുക്കാം കേട്ടോ. നല്ല ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ 7 ഇഞ്ചിൻ്റെത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ചുറ്റും ഓയിലൊക്കെ പുരട്ടി കൊടുത്തിട്ടുണ്ട്. അടിയിലൊരു ബട്ടർ പേപ്പറും വെച്ചിട്ടുണ്ട്. ബട്ടർ പേപ്പർ വേണം നിർബന്ധമൊന്നുമില്ല. അടിയിൽ കുറച്ച് മൈദ തൂവിയിട്ട് തട്ടി കൊടുത്താൽ മതി കേട്ടോ. നമുക്ക് ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നരിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 കിലോ ചോക്ലേറ്റ് കേക്കിനുള്ള ബേസാണ് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിന് 1/2 കപ്പ് മൈദ ഇതുപോലെ അങ്ങ് വടിച്ചിട്ട് എടുക്കണം കേട്ടോ. നല്ല പൊങ്ങിയിട്ടൊന്നും എടുക്കരുത്, നന്നായിട്ട് വടിച്ചിട്ട് തന്നെ എടുക്കുക. പിന്നെ ഒരു 1/4 കപ്പ് കൊക്കോ പൗഡറാണ് എടുത്തിട്ടുള്ളത്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വടിച്ചിട്ട് എടുക്കണം. പിന്നെ നമ്മളിതിലേക്ക് സ്പെഷ്യലായിട്ട് ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കോൺഫ്ലവറാണ്. അപ്പോൾ 3 ടേബിൾ സ്പൂണ് കോൺഫ്ലവറാണ് നമ്മളിതിലേക്ക് ചേർക്കുന്നത്. ഇതാണ് നമ്മളെ കേക്കിനെ സ്പെഷ്യലാക്കുന്നത് കേട്ടോ. നല്ല സോഫ്റ്റും ആവും, നല്ലൊരു സ്പോഞ്ചായിട്ടുള്ളൊരു കേക്കായിരിക്കും കിട്ടുക. പിന്നെ 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറാണ് ചേർക്കുന്നത്. നമ്മൾ ബേക്കിംഗ് സോഡ ചേർക്കുന്നില്ല, ബേക്കിംഗ് പൗഡർ മാത്രമേ ചേർക്കുന്നുള്ളൂ. എന്നിട്ട് ഇത് നന്നായിട്ട് അങ്ങ് അരിച്ചെടുക്കാം. കൊക്കോ പൗഡർ എടുക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. നല്ല ഡാർക്ക് കൊക്കോ പൗഡർ എടുത്താലേ നല്ല ഡാർക്ക് കളറിൽ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. അത് വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. എന്നിട്ട് അത് അരിച്ചെടുത്ത ശേഷം ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. എല്ലാം ഒരുപോലെ ആവുന്ന രീതിയിൽ നന്നായിട്ട് മിക്സാക്കി എടുക്കുക. എന്നിട്ട് അതവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് 4 മുട്ടയാണ്. അപ്പോൾ ഈ മുട്ട എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ബൗളിൽ ഒരു തുള്ളി പോലും വെള്ളം ഉണ്ടാവാൻ പാടില്ല. അതുപോലെ നമ്മൾ എടുക്കുന്ന ബീറ്ററിലായാലും വെള്ളം ഉണ്ടാവാൻ പാടില്ല. പിന്നെ നമ്മൾ മുട്ട ചിലപ്പോൾ കഴുകിയിട്ടല്ലേ എടുക്കുക. ആ കഴുകിയിട്ടെടുക്കുക. ആ മുട്ടയമ്മേൽ പോലും വെള്ളം ഉണ്ടാവാൻ പാടില്ല. മുട്ടയൊക്കെ വെള്ളം ഉണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് തുടച്ചിട്ട് വേണം എടുക്കാനായിട്ട്. അതുപോലെ ബീറ്ററും നന്നായിട്ട് തുടച്ചിട്ട് വേണം എടുക്കാനായിട്ട്. പിന്നെ ഇത് ബീറ്റ് ചെയ്യുന്ന സമയത്ത് ആദ്യം ലോ സ്പീഡിലിട്ടിട്ട് ബീറ്റ് ചെയ്യാൻ തുടങ്ങുക. പിന്നെ ഹൈ സ്പീഡിലിട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് 1/2 കപ്പ് പഞ്ചസാരയാണ്. ഞാൻ പൊടിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ബീറ്ററുള്ളവർ പൊടിക്കാതെ തന്നെ എടുക്കുക. 1/2 കപ്പ് പഞ്ചസാര പൊടിക്കാതെ എടുക്കുക. അതിൻ്റെ എയർ സർക്കുലേഷനൊക്കെ കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ പൊടിക്കാതെ എടുക്കാൻ വേണ്ടി പറഞ്ഞത്. അപ്പോൾ ആ പഞ്ചസാര നന്നായിട്ട് മെൽട്ടാണ് വരെ നമുക്ക് നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്യണം. എനിക്കിപ്പോൾ ഇതൊരു 3 മുതൽ 4 മിനിറ്റ് വരെയാണ് ഇത് ബീറ്റ് ചെയ്തെടുക്കാനായിട്ട് സമയം എടുത്തത് കേട്ടോ. അപ്പോൾ അതായത് ഇതുപോലെ ആയിട്ട് വരും, ഡബിളായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇതുപോലെ ആകുമ്പോൾ നമുക്ക് നിർത്താം. അങ്ങനെ ബീറ്റ് ചെയ്ത് ഇതുപോലെ ചെയ്തെടുക്കുക. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂണ് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1/4 കപ്പ് ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ബട്ടർ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. മെൽറ്റ് ചെയ്തിട്ട് ബട്ടറും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് അങ്ങ് ബീറ്റ് ചെയ്താൽ മതി. പിന്നെ ഓവറായിട്ട് ബീറ്റ് ചെയ്യരുത്. ജസ്റ്റ് അതൊന്ന് മിക്സ് ആകുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ബീറ്റ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ബീറ്റർ മാറ്റി വെക്കാം. ഇനി ബീറ്ററിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടായാലും ഇതുപോലെ പൊങ്ങി കിട്ടില്ല കേട്ടോ. നമുക്ക് ബൗളിലായാലും മുട്ടയിലായാലും ബീറ്ററിലായാലും ഒന്നും വെള്ളം ഉണ്ടായാലും ഇതുപോലെ പൊങ്ങി കിട്ടില്ല. എന്നിട്ട് നമുക്ക് നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, അത് കുറേശ്ശെ ആയിട്ട് ഇട്ടിട്ട് ഇതുപോലെ അങ്ങ് ഫോൾഡ് ചെയ്തെടുക്കണം. സ്പീഡിൽ ഫോൾഡ് ചെയ്തെടുക്കരുത് കേട്ടോ. ഇങ്ങനെ മെല്ലെ ഫോൾഡ് ചെയ്തെടുത്താൽ മതി. സ്പീഡിൽ ഫോൾഡ് ചെയ്തെടുത്താൽ നമ്മുടെ മുട്ട പതിഞ്ഞ് വന്നതൊക്കെ താഴ്ന്നു പോകും. അപ്പോൾ നമ്മുടെ കേക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. അപ്പോൾ ഇതുപോലെ അങ്ങ് മെല്ലെ ഫോൾഡ് ചെയ്തെടുത്താൽ തന്നെ കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓവർ മിക്സിങ് പാടില്ല കേട്ടോ. ഒന്നും കൂടെ നല്ല കേക്ക് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഓവറായിട്ട് ഒരിക്കലും മിക്സ് ചെയ്യരുത്. മെല്ലെ മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ആക്കിയെടുക്കുക. എന്നിട്ട് നമുക്ക് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ജസ്റ്റ് ഇതുപോലെ അങ്ങ് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഒരു 3-4 പ്രാവശ്യം ഇതുപോലെ ടാപ്പ് ചെയ്ത് കൊടുക്കുക, അതിൻ്റെ എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഒരു പാന് ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഓവനിലും നിങ്ങൾക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് പാനിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതൊരു 35 മിനിറ്റാണ് ബേക്ക് ചെയ്യാനായിട്ട് എനിക്ക് എടുത്തിട്ടുള്ള സമയം കേട്ടോ. അപ്പോൾ 35 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേണം ചെയ്തെടുക്കാൻ. ഇപ്പോൾ 35 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ തുറന്ന് നോക്കിയപ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഒരു സ്ക്യൂർ ഉപയോഗിച്ചിട്ട് കുത്തി നോക്കുമ്പോൾ ഒട്ടി പിടിക്കുന്നൊന്നുമില്ല. ഇനി നമുക്കിത് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ നല്ല ചൂടാണ്. ചൂടൊക്കെ ആറിയതിന് ശേഷം ഡിമോൾഡ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ല ചൂടാണ്.
ഇപ്പം നല്ല ചൂടാറിയതിന് ശേഷം ഞാനിത് ഡിമോൾഡ് ചെയ്തെടുക്കുകയാണ്. നിങ്ങൾ കറക്റ്റായിട്ട് ഈ അളവൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്ലോപ്പായി പോവില്ല കേട്ടോ. പിന്നെ ഇത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തുറന്ന് നോക്കരുത്. കേക്ക് ആയോ എന്ന് നോക്കിയിട്ട് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കിയാൽ നടുഭാഗം കുഴിഞ്ഞു പോകും കേട്ടോ കേക്കിൻ്റെ. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഈ 7 ഇഞ്ചിൻ്റെ പേനായിരുന്നു കേട്ടോ ഇത്ര ഹൈറ്റിൽ നമുക്ക് കിട്ടിയത്. 8 ഇഞ്ച് ആണെങ്കിൽ ഇത്ര ഹൈറ്റ് കിട്ടില്ല, പക്ഷേ കുറച്ചുകൂടെ വൈഡായിട്ട് ഇരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം കേട്ടോ. ഇനി നമുക്കിത് ലെയറായിട്ട് കട്ട് ചെയ്ത്, കണ്ടില്ല നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമ്മുടെ ഈ ഒരു കേക്ക് ഇരിക്കുന്നത്. ഇതിൻ്റെ സ്ട്രക്ചർ തന്നെ നമ്മുടെ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ സ്ട്രക്ചറിൽ നിങ്ങൾക്ക് കിട്ടും. നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയണം കേട്ടോ. ഇനി നമുക്കിത് 3 ലെയറായിട്ട് കട്ട് ചെയ്യാം. ഇതിൻ്റെ ഹൈറ്റ് കൊണ്ട് ചിലപ്പോൾ നമുക്കിത് 4 ലെയറായിട്ടും കട്ട് ചെയ്യാം. പക്ഷെ ഞാനിവിടെ ഒരു 3 ലെയറായിട്ടേ കട്ട് ചെയ്യുന്നുള്ളൂ കേട്ടോ. 4 ലെയറായിട്ട് കട്ട് ചെയ്യാനുള്ള ഹൈറ്റ് ഇതുണ്ട്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് 3 ലെയറായിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യേണ്ട രീതിയൊക്കെ നിങ്ങൾക്കറിയാലോ. ആദ്യം സൈഡ് ഭാഗം എല്ലാ ഭാഗവും റൗണ്ടിൽ അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കുക. മെല്ലെ ഉൾഭാഗത്തേക്ക് കത്തി മുഴുവനായിട്ട് പോവാതെ എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തിട്ട് എല്ലാ ഭാഗവും ഒന്ന് കറക്റ്റ് ആക്കിയതിന് ശേഷം ഉൾഭാഗത്തേക്ക് കത്തി കൊണ്ടുപോയിട്ട് അങ്ങ് കട്ട് ചെയ്തെടുത്താൽ എന്നാൽ കറക്റ്റായിട്ട് നമുക്ക് ലെവൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാം സെയിം തിക്നെസ്സിലാണ് കേട്ടോ. പിന്നെ നമുക്കൊരു ബൗളിലേക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ 1/2 കപ്പ് ചോക്ലേറ്റും അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീമും ചേർത്തിട്ട് വിപ്പിംഗ് ക്രീം ചൂടാക്കിയിട്ട് അതിലേക്ക് ഒഴിച്ചിട്ട് അത് മെൽറ്റാക്കി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇതിലേക്ക് ചേർക്കാനുള്ള നമ്മൾ ചോക്ലേറ്റ് ക്രീമാണ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ വിപ്പിംഗ് ക്രീം എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നല്ല തണുപ്പ് വേണം. എന്നാൽ ഫ്രീസറിൽ നിന്ന് എടുത്ത ഉടനെ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയും ചെയ്തത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് സ്റ്റിഫായിട്ട് കിട്ടില്ല. അപ്പോൾ നല്ല തണുപ്പ് താഴെ വെച്ചാൽ മതി, ഫ്രിഡ്ജിൽ താഴെ വെച്ചാൽ മതി. നല്ല തണുപ്പോട് കൂടിയിട്ട് വേണം എടുക്കാനായിട്ട്. ഐസിൻ്റെ ചെറിയൊരു ക്രിസ്റ്റൽസ് ഉണ്ടായാൽ അത് കറക്റ്റായിട്ട് കിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ ആയിട്ട് വന്നിട്ടുണ്ട്. ഒരു 2-3-4 മിനിറ്റ് ബീറ്റ് ചെയ്തപ്പോൾ ഇതുപോലെ ആയിട്ട് വന്നിട്ട് ഇനി നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള ഗനാഷ് ഉണ്ടല്ലോ, ചോക്ലേറ്റ് മെൽറ്റാക്കി എടുത്തത്, അത് ഇതിലേക്ക് ഒഴിച്ചു. ചൂടോട് കൂടി ഒരിക്കലും ഒഴിക്കരുത് കേട്ടോ. ഒന്ന് തണുത്ത ശേഷം മാത്രം ഒഴിച്ചാൽ മതി. ചൂടോട് കൂടെ ഒഴിച്ചാൽ നമ്മുടെ വിപ്പിംഗ് ക്രീം മെൽറ്റായി പോവും. എന്നിട്ട് അതും കൂട്ടിയിട്ട് നല്ല സ്റ്റിഫായിട്ട് അങ്ങ് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതായത് നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റോ അരമണിക്കൂറോ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കുന്നത് നല്ലതാണ് കേട്ടോ. നമ്മൾ ബീറ്റ് ചെയ്ത ഉടനെ തന്നെ നമ്മൾ എടുക്കരുത്. കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് കേക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഞാനൊരു കേക്ക് ബേസ് എടുത്തിട്ടുണ്ട്, അതവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ഷുഗർ സിറപ്പ്, എല്ലാവരും ഷുഗർ സിറപ്പ് തയ്യാറാക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ. 1/2 കപ്പ് പഞ്ചസാരയും 1/2 കപ്പ് വെള്ളവും ചേർത്തിട്ട് മെൽറ്റ് ചെയ്ത് തണുപ്പിച്ചെടുത്തതാണ്. പക്ഷേ ഞാൻ ഇതിലേക്ക് സ്പെഷ്യലായിട്ട് 1 ടീസ്പൂൺ കോഫി പൗഡർ കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ, നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഉണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് നോക്കുകൊണ്ട് നല്ല ടേസ്റ്റാണ് കോഫി പൗഡർ കൂടെ ചേർക്കുമ്പോൾ. ഇനി നമുക്ക് കേക്ക് ബേസിൻ്റെ ചുറ്റും ഞാനൊന്ന് റൗണ്ടിൽ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മളിതിൽ ചോക്ലേറ്റ് ഗനാഷ് ഒഴിക്കുമ്പോൾ പെട്ടെന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി കേട്ടോ. ഇനി നമുക്ക് കേക്ക് ബേസിൽ സെൻട്രലായിട്ട് വിപ്പിംഗ് ക്രീം കുറച്ചൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് അതിൽ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. ബട്ടർ പേപ്പറൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ മേലെയായിട്ട് നമുക്ക് ഷുഗർ സിറപ്പ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗവും നനയുന്ന രീതിയിൽ എല്ലാ ഭാഗത്തേക്കും അങ്ങ് ആക്കി കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ മേലെ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള വിപ്പിംഗ് ക്രീമും അപ്ലൈ ചെയ്ത് കൊടുക്കുക. മാക്സിമം ലെവലാക്കി എടുക്കുക, നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ലെവലാക്കി എടുക്കുക. ഇനി ഇതിൻ്റെ മേലെ നമുക്ക് വേണമെങ്കിൽ ചോക്ലേറ്റ് ചിപ്സ് ഒക്കെ ചേർത്ത് കൊടുക്കട്ടെ, അല്ലെങ്കിൽ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല. ഇനി അതിൻ്റെ മേലെ സെക്കൻഡ് ലെയറും വെച്ച് കൊടുക്കുക. സെയിം ചെയ്ത പോലെ തന്നെ ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗവും ഒന്ന് നനയണം കേട്ടോ, എന്നാലേ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്യുമ്പോൾ കിട്ടുള്ളൂ. പിന്നെ അതിൻ്റെ മേലെ വിപ്പിംഗ് ക്രീമും അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് അങ്ങ് ലെവൽ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് 3ാമത്തെ ലെയറും വെച്ച് കൊടുക്കുക. സെയിം ചെയ്ത പോലെ തന്നെ ഷുഗർ സിറപ്പും ചെയ്യുക. പിന്നെ എല്ലാ ഭാഗവും വിപ്പിംഗ് ക്രീം കൊണ്ട് കോട്ട് ചെയ്തെടുക്കുക. നമ്മളിപ്പോൾ ഇത് ക്രം കോട്ടിങ് ചെയ്യണില്ല, ആകെ ഒരു കോട്ടിങ്ങേ ചെയ്യണുള്ളൂ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ മേലെ ചോക്ലേറ്റ് ഗനാഷ് ഒഴിക്കുന്നതുകൊണ്ട് തന്നെ ക്രം കോട്ടിങ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നതൊന്നുമില്ല.
എന്നിട്ട് എല്ലാ ഭാഗവും ക്രീം അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ അങ്ങ് ലെവൽ ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു സ്ക്രാപ്പർ ഉപയോഗിച്ചിട്ട് സൈഡൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മേൽഭാഗവും ഒക്കെ നമ്മളെ കൊണ്ട് കഴിഞ്ഞാൽ മാക്സിമം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇനി ഞാൻ ഇതുപോലത്തെ സ്ക്രാപ്പർ ഉപയോഗിച്ചിട്ട് സൈഡ് ഭാഗം ഒന്ന് ലെവൽ ചെയ്യുന്നുണ്ട്. കാണാനൊരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ സൈഡിൽ വെർമിസെല്ലി കളേർഡ് വെർമിസെല്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വേണ്ടി ചെയ്യുന്നുള്ളൂ. മേൽഭാഗം ഇതുപോലെ അങ്ങ് ലെവൽ ചെയ്യുക. അപ്പോൾ നമ്മൾ ഇങ്ങനെ ലെവൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഐസി നൈഫൊക്കെ ഉണ്ടല്ലോ, അതൊന്ന് തുടച്ചിട്ട് വേണം കേട്ടോ ചെയ്യാൻ. എന്നാൽ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. ഇടയ്ക്കിടയ്ക്ക് ആ ക്രീം ഒന്ന് തുടച്ചെടുത്താൽ മതി. ഇനി നമുക്ക് 1 കപ്പ് ചോക്ലേറ്റും അതിലേക്ക് 1 ടേബിൾ സ്പൂണ് ബട്ടറും ചേർത്തിട്ട് അതിലേക്ക് നമുക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് അവിടെ മാറ്റി വെക്കുക. 5 മിനിറ്റിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ചോക്ലേറ്റ് ഗനാഷയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ 1 കപ്പിലേക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്താൽ മതി. പിന്നെ ബട്ടർ നമുക്ക് നല്ലൊരു ഗ്ലേസിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്, നിർബന്ധമൊന്നുമില്ല. എന്നിട്ട് 5 മിനിറ്റ് കഴിഞ്ഞ ശേഷം നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്. ഇതൊന്ന് അരിച്ചെടുക്കുന്നത് നല്ല കേട്ടോ, ചെറിയ എന്തെങ്കിലും കരടൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഇത് അരിച്ചെടുത്താണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നമുക്കിത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഗനാഷ് ഒഴിക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ അരിച്ചിട്ട് എടുത്താൽ അതിലൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അരിച്ചിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഇത് നന്നായിട്ട് തണുത്ത് പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക. തണുത്ത് പോയാൽ ഇത് പെട്ടെന്ന് തന്നെ കട്ടയാവും നമ്മുടെ ഈ ഗനാഷ്. അപ്പോൾ തണുക്കാതെ ശ്രദ്ധിക്കാം. നല്ല ചൂടും ഉണ്ടാവാൻ പാടില്ല, അതുപോലെ നന്നായിട്ട് തണുക്കുകയും ചെയ്യരുത്. നല്ല ചൂടുണ്ടായാൽ നമ്മളെ ആ ഒരു വിപ്പിംഗ് ക്രീമൊക്കെ മെൽട്ടായി പോവും. അപ്പോൾ ഈ രീതിയിൽ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ നന്നായിട്ട് അങ്ങ് തണുത്ത് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ അടിയിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് ചൂടാക്കി എടുത്തിട്ട് ഡബിൾ ബോയിൽ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പം നന്നായിട്ട് പെട്ടെന്ന് നമുക്ക് മെൽറ്റ് ചെയ്ത് ചോക്ലേറ്റ് മെൽട്ടായി കിട്ടും. അപ്പം കട്ടയായി പോയാലും അങ്ങനെ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ഇത് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു അരമണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. എന്നിട്ട് ആ ബട്ടർ പേപ്പർ മാറ്റാം കേട്ടോ. എന്നാൽ കറക്റ്റായിട്ട് നമുക്കതിൽ നിന്ന് റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ബട്ടർ പേപ്പറും എല്ലാം അങ്ങ് റിമൂവ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആ ഒരു കേക്കിൻ്റെ ബേസ് ഉണ്ടല്ലോ, അതിലൊന്നും ഒട്ടും ഗനാഷൊന്നും ആയിട്ടില്ല. ഇതുപോലെ ചെയ്തെടുത്തിട്ട് ഇനി ഡെക്കറേഷന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചോക്ലേറ്റ് കൊണ്ട് ഉണ്ടാക്കിയ കുറച്ച് ഡെക്കറേഷൻസാണ് വെക്കുന്നത്. ഇതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വേണമെന്നുള്ളവർക്ക് സിമ്പിൾ ഡെക്കറേഷനാണ്, വേണമെന്നുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. അല്ലെങ്കിൽ ചെറി വെച്ച് അഡ്ജസ്റ്റ് ചെയ്താലും മതി. ചെറി വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും, ബ്ലാക്കിലേക്ക് റെഡ് ചെറി ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ. പിന്നെ ഞാൻ ചെറിയ ഒരു ഡെക്കറേഷനും കൂടി ചെറുതായിട്ടൊന്ന് ഇതുപോലെ അങ്ങ് കളേർഡ് വെർമിസെല്ലി കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്, നിർബന്ധമൊന്നുമില്ല. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എന്തൊരു സോഫ്റ്റാണ് ഇതിരിക്കുന്നത് എന്ന്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കേക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഈ വീഡിയോയുടെ തൊട്ട് താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിന് തൊട്ടടുത്തൊരു ബെല്ലൈക്കണും കൂടി കാണും, അതും കൂടെ പ്രസ് ചെയ്യുക. അത് പ്രസ് ചെയ്യുമ്പോൾ അതിൽ 3 ഓപ്ഷൻസ് ഉണ്ടാവും. മേലെയുള്ള ഓൾ ഒന്ന് ഓപ്ഷൻ പ്രത്യേകം സെലക്ട് ചെയ്യുക കേട്ടോ. എങ്കിൽ മാത്രമേ എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് തന്നെ കിട്ടുള്ളൂ. പിന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാമും ഒക്കെ മമ്മീസ് കിച്ചൺ എന്ന് തന്നെയാണ് പേര്. അതൊക്കെ ഒന്ന് ഫോളോ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ഫോളോ ചെയ്തേക്കണേ. അപ്പോൾ ഇൻഷാ അല്ലാ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് അടുത്തൊരു ദിവസം നമുക്ക് കാണാം. താങ്ക്